KPCC അധ്യക്ഷനായി വീണ്ടും കെ സുധാകരൻ ചുമതലയേറ്റു. ഇതോടെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതുന്നവർക്ക് തെറ്റുപറ്റി. പ്രശ്നങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കോൺഗ്രസിനകത്ത് ഇനി പൊട്ടലും ചീറ്റലും കൂടുതൽ ഉറക്കെ കേൾക്കാമെന്ന കാര്യം ഉറപ്പാണ്. കെ സുധാകരന് VD സതീശനുമായി ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന കാര്യം ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ്. സുധാകരനെ അംഗീകരിക്കാൻ ഹസനും തയ്യാറല്ല എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി MM ഹസനെ ഏൽപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് തിരിച്ചു തരണം എന്ന നിബന്ധനയോടുകൂടി തന്നെയാണ് ഏൽപ്പിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഹസൻ മാറാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ സ്ഥാനങ്ങൾ കിട്ടിയാൽ അതിൽ പിടിച്ചിരുന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാം എന്ന് കരുതുന്നവർ കോൺഗ്രസിൽ ധാരാളമാണ്. പക്ഷേ ഹസൻ അത്തരക്കാരനല്ല. ഹസന് കൃത്യമായ ചില പിന്തുണകൾ കിട്ടി. കെ സുധാകരനെ KPCC അധ്യക്ഷനാക്കി മുന്നിൽ വെച്ചുകൊണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ കഴിയില്ല എന്ന പൊതുവികാരം കോൺഗ്രസിനകത്തെ ചില ഘടകങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരൻ്റെ നേതൃത്വത്തിലല്ലാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അണിനിരക്കണം എന്നാണ് അവരുടെ നിലപാട്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ താൻ തന്നെ നയിക്കും എന്ന ഉറച്ച നിലപാടിലാണ് കെ സുധാകരൻ. ഇതിൻ്റെയൊക്കെ കാരണം ഇനി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകും എന്നതിനെ ചൊല്ലിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുപ്പായം തയ്ച്ചിരിക്കുന്നവരാണ് കെ സുധാകരനും VD സതീശനും ശശി തരൂരുമൊക്കെ. ഇങ്ങനെയുള്ള കേരളത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താകും എന്നാണ് ആളുകൾ സഗൗരവം ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയും കാലങ്ങളുണ്ട്. എന്നാൽ അതിൽ ജയിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ കൃത്യമായ ഒരു ഉറപ്പുമില്ല. എന്നിട്ടും ദിവാസ്വപ്നം പോലെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്നവർ കോൺഗ്രസിൽ നിരവധിയാണ്. KPCC അധ്യക്ഷനായി തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ കെ സുധാകരന് സ്വാഭാവികമായും മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അർഹത കൂടും. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ സുധാകരന് പിൻബലവും ആകും. അതുകൊണ്ടാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് താനിരിക്കണം എന്ന് സുധാകരൻ വ്യക്തമായി നിർദ്ദേശിക്കുന്നത്. സുധാകരന് സ്ഥാനം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച ഈ കോൺഗ്രസിലെ ഗ്രൂപ്പിന് ചില അബദ്ധങ്ങൾ പറ്റി. സുധാകരൻ അങ്ങനെ ആളുകൾ പറഞ്ഞാൽ കേൾക്കുന്നയാളല്ല. തൽക്കാലം അങ്ങനെ ഒതുക്കാൻ ആരെങ്കിലും നോക്കിയാലും അതിന് വഴങ്ങിക്കൊടുക്കുന്ന ആളുമല്ല. കണ്ണൂരുകാർക്കറിയാം, അവിടെ ഹൈക്കമാൻഡ് സുധാകരനാണ്. പാർട്ടി എങ്ങനെ പോകണം, ഏത് രീതിയിൽ ചിന്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കണ്ണൂരിൽ കെ സുധാകരനാണ്. കണ്ണൂർ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡായിരുന്നു നേരത്തെ തന്നെ സുധാകരൻ. കേരളത്തിലും സുധാകരൻ ഇപ്പോൾ സമാനമായ രീതിയിലുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ സുധാകരന് സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന തർക്കം വന്നപ്പോൾ ഹൈക്കമാൻഡ് സുധാകരനൊപ്പമാണ് നിന്നത്. സുധാകരൻ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി. സുധാകരൻ കോൺഗ്രസ് വിട്ടുപോയാലുള്ള പ്രശ്നങ്ങൾ നന്നായി അറിയാവുന്നവരാണ് കോൺഗ്രസിലെ കേന്ദ്ര നേതൃത്വത്തിൽ ഇരിക്കുന്നവർ. തൽക്കാലം ആ ക്ഷീണം ഒഴിവാക്കാൻ സുധാകരനെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവർക്കറിയാം. അതുകൊണ്ട് കെ സുധാകരനെ പിണക്കാൻ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ തയ്യാറല്ല. പക്ഷേ VD സതീശൻ ഉടക്കി നിൽക്കുകയാണ്. മൈ ഡിയർ പ്രയോഗമൊക്കെ സതീശനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കുറെ കൂടി സംയമനം പാലിക്കണം എന്ന നിലപാടായിരുന്നു VD സതീശന്. ഇത്തരം പരസ്യ പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ അത് തൻ്റെ കൂടി പ്രതിച്ഛായയെ ബാധിക്കും എന്ന് മനസ്സിലാക്കുകയാണ് VD സതീശൻ. ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വാർത്താസമ്മേളനങ്ങളിൽ പലപ്പോഴും പരസ്യമായി പ്രകടമായിരുന്നു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ സുധാകരൻ സതീശൻ്റെ സഹായം തേടിയിരുന്നു. അതിനൊക്കെ പുച്ഛഭാവത്തോടു കൂടിയാണ് സതീശൻ പ്രതികരിച്ചത്. നിങ്ങളോടാണ് ചോദിച്ചത്, നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞുകൊള്ളൂ എന്നുള്ള മട്ടിൽ കൈകഴുകി മാറിയിരുന്നു. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. കോൺഗ്രസ് ഒന്നിച്ചു നിന്നാൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയൂ എന്ന് കോൺഗ്രസിലെ താഴെ തട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ നേട്ടമുണ്ടാക്കിയാൽ അത് തങ്ങളുടെ കൂടി നേട്ടമാകണമെങ്കിൽ ആവശ്യമായ സമ്മർദ്ദം നടത്തിയേ മതിയാകൂ എന്ന്
മുകൾ തട്ടിലുള്ള എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഒരു പ്രത്യേകതരം രാഷ്ട്രീയ പാർട്ടിയാണ്. CPM പോലെയോ BJP പോലെയോ അവിടെ എല്ലാവർക്കും അവരുടെ കഴിവിനനുസരിച്ച് അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല. കനത്ത സമ്മർദ്ദവും ചില രാഷ്ട്രീയ കരുനീക്കങ്ങളുമൊക്കെ നടത്തിയാൽ മാത്രമേ കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാനാകൂ. ഏതായാലും അതിനൊക്കെ തയ്യാറായി തന്നെയാണ് സുധാകരൻ ഇപ്പോൾ രംഗത്തുള്ളത്. സുധാകരൻ ഹസനുമായി ചില തർക്കങ്ങൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കും എന്ന സംശയത്തിന് വഴി തുറന്നു വെച്ചാണ് സുധാകരൻ ഇന്ന് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഹസൻ്റെ നടപടികൾ പുനഃപരിശോധിക്കും. പ്രത്യേകിച്ച് ഈ MA ലത്തീഫിനെ തിരിച്ചെടുത്ത സംഭവത്തിൽ സുധാകരന് ഒട്ടും തൃപ്തിയില്ല. കോൺഗ്രസിൽ ഭാരവാഹിക പട്ടിക പുറത്തു വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചയാളാണ് ലത്തീഫ്. ഒപ്പം തന്നെ KPCC ആസ്ഥാനത്തേക്ക് പ്രകടനം നയിക്കാൻ ആളെ പറഞ്ഞയച്ചു. ചിറയൻകീഴിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തി. VD സതീശനെ തടയാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ നേരിടുന്ന ലത്തീഫിനെ തിരിച്ചെടുക്കാൻ ഹസൻ തീരുമാനിച്ചതാണ് സുധാകരനെ ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഹസനോ VD സതീശനോ എത്തിയില്ല. അവർക്ക് വരാമായിരുന്നു എന്ന നിലപാടാണ് സുധാകരൻ. ഏതായാലും ഇരുവരും തിരക്കിലായിരുന്നു. തിരക്കിലായ കാര്യം സുധാകരനെ അറിയിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും തിരക്കിലായിരുന്നു എന്ന കാര്യം സുധാകരൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ തിരക്ക് വെറും തിരക്കല്ല എന്നും സുധാകരൻ അറിയാം. ഇത് തനിക്കെതിരെയുള്ള നിസ്സഹകരണത്തിൻ്റെ തുടക്കമാണ് എന്ന് K. സുധാകരൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആരൊക്കെ നിസ്സഹകരിച്ചാലും പേടിച്ചോടുന്ന ആളല്ല സുധാകരൻ. സുധാകരന് ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടാനുള്ള ധൈര്യമുണ്ട്, മനക്കരുത്തുണ്ട്, തൻ്റേതായ ആൾബലമുണ്ട്. അതുകൊണ്ട് ഈ നാടകങ്ങളൊന്നും സുധാകരൻ്റെ മുന്നിൽ വിലപ്പോകില്ല എന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് തുറന്നു പറയുന്നത്. വടക്കൻ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിനപ്പുറം ചില നീക്കങ്ങൾ കൂടിയുണ്ട് എന്നൊരിക്കൽ പറഞ്ഞയാളാണ് K. സുധാകരൻ. ഗാന്ധിയൻ മാർഗത്തിലൂടെയും അല്ലാത്ത ചില മാർഗങ്ങളിലൂടെയും മുന്നോട്ട് പോകാൻ തനിക്കറിയാം എന്ന് K. സുധാകരൻ പറയുന്നു. ഷടനോട് ഷാഠ്യം എന്ന് തൻ്റെ നിലപാട് എല്ലാ കാലത്തും സുധാകരൻ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇനി കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് കാര്യം ഉറപ്പാണ്. പൊട്ടിത്തെറി ഒരു മലപ്പടക്കം പോലെ പൊട്ടിക്കൊണ്ടേയിരിക്കുമോ എന്നാണ് പലരും സംശയിക്കുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനം ഒരു ഒപ്പിട്ടെടുക്കേണ്ട പദവി മാത്രമാണ് എന്ന് സുധാകരൻ ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി. ഒരു സ്ഥാനാർത്ഥിയായി തന്നെ അങ്ങനെ ഒതുക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഹസൻ ഒരല്പം മാന്യതയാകാമായിരുന്നു എന്ന് കോൺഗ്രസിൽ ചിലരെങ്കിലും കരുതുന്നുണ്ട്. 2011 തലേക്കുന്നിൽ ബഷീർ സമാനമായ രീതിയിൽ താൽക്കാലിക KPCC പ്രസിഡൻ്റായി. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തലേക്കുന്നിൽ ബഷീർ ആ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു. ആ മര്യാദ ഹസൻ കാണിച്ചില്ല. ഏതായാലും മര്യാദയോടു കൂടിയുള്ള പെരുമാറ്റം എന്തെന്ന് സുധാകരൻ അറിയുമോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. പക്ഷേ മര്യാദ ഇല്ലാത്തവരോട് എങ്ങനെ പെരുമാറണമെന്ന് K. സുധാകരന് നന്നായി അറിയാം. അത് കേരള രാഷ്ട്രീയം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയാം.